നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതായത് ഹെയർ ട്രാൻസ്പ്ലാന്റ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ വീഡിയോസും ഒക്കെ കാണാറുണ്ട് നമ്മൾ. അപ്പോൾ ഞാൻ കുറേ ആൾക്കാരുടെ മുഖത്തിങ്ങനെ നീര് വന്ന പോലെ ഒക്കെ കാണാറുണ്ട്. ആസ് ഇൻ കുറച്ച് ഡേയ്സിൽ ഇതിൻ്റെ ഒരു പ്രോഗ്രസ് ഇതിൽ. ഇത് എത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ശരിക്കും പഴയ പോലെ മുടി വരുമോ? ഹെയർ ട്രാൻസ്പ്ലാന്റ് വളരെ കോമൺ ആണ്. ഉം. കുറേ മിത്സ് ഉണ്ട്. ഉം. ആൾക്കാർക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ഓക്കെ. സോഷ്യൽ മീഡിയയും ക്വാളിഫൈഡ് അല്ലാത്ത ഡോക്ടേഴ്സ് പറയുന്ന കുറേ തെറ്റുകളും ഇസ് ഇറ്റ് വെരി എക്സ്പെൻസീവ്? ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇസ് നോട്ട് വെരി എക്സ്പെൻസീവ്. ഓക്കെ. സി എക്സ്പെൻസീവ് ഇസ് എ വെരി സബ്ജക്റ്റീവ് ടേം. ഇപ്പം ഞാൻ ഒരാളുടെ ചോദിക്കുന്ന ഒരു എക്സ്പെൻസ് സാധാരണ ആൾക്ക്. പക്ഷേ ഇറ്റ് ഇസ് ഫോർ എക്സാമ്പിൾ ഒരു ഡീസൻറ്റ് ഇപ്പം ഒരു ആവറേജ് കഷണ്ടി ആണെങ്കിൽ പ്രോബ്ലി ഒരു 1.5 lakhs ഒതുക്കും. ഇപ്പം ഓക്കെ. ഒട്ടും മുടിയില്ല എന്നാണെങ്കിൽ പ്രോബ്ലി ഒരു 2.5 lakhs വരെ പോവാം. ഓക്കെ. പിന്നെ ഇത് അഗൈൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്ലിനിക് യു ആർ ഗോയിങ് ടു. അവിടെ റേറ്റ്സ് എങ്ങനെയാണ്. പക്ഷേ വൺ തിങ് യു ഹാവ് ടു ബി അഫ്രെയ്ഡ് ഓഫ് ഇസ് എവിടെയെങ്കിലും ഒരു ക്ലിനിക്കിൽ റേറ്റ് ഭയങ്കരമായിട്ട് കുറച്ച് ഈ പ്രൊസീജിയർ ചെയ്യുവാണെങ്കിൽ എവിടെയെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടാവും. ഓക്കെ. ഓക്കെ. സോ യു എവിടെയെങ്കിലും. ഹാവ് സോ ടു ബി അത് കെയർഫുൾ. നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങളുടെ സേഫ്റ്റീനെ ബാധിക്കുവാണെങ്കിൽ ഐ ഓണസ്റ്റ്ലി ഫീൽ ആ റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ജസ്റ്റ് ടു സേവ് പ്രോബ്ലി ഒരു 20,000. ഇത് ശരിക്കും എന്താണ് ചെയ്യണത്? നമ്മൾ അവിടെ വേറെ മുടി വെച്ച് പിടിപ്പിക്കുകയാണോ? അതോ വി ആർ ഡൂയിങ് സംതിങ് ദാറ്റ് ദ ഹെയർ ഇസ് റീഗ്രോയിങ്? ഗാർഡനിങ് എങ്ങനെയാണോ ഏകദേശം അങ്ങനെ തന്നെ. അതായത് ബാക്കിൽ ഇപ്പം ഒരാളുടെ തല നോക്കുവാണെങ്കിൽ പ്രായം കൂടുമ്പോഴത്തേക്ക് ലാസ്റ്റ് പോകുന്ന മുടി ആണ് നമ്മുടെ ബാക്കിലുള്ള മുടി. കഷണ്ടിയുള്ള ആൾക്കാർ നോക്കിയാൽ മതി, ഇവിടെയാണ് ലാസ്റ്റ് പോകുന്ന മുടി. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഹെയർ വേണമെങ്കിൽ അങ്ങനെ പറയാം. ലോഞ്ചിവിറ്റി കൂടുതലുള്ള ഹെയർ. അപ്പോൾ അവിടുന്ന് നമ്മൾ ആ മുടി ടാർഗറ്റ് ചെയ്ത് എടുത്തിട്ട് ഫ്രണ്ടിൽ എവിടെയാണോ ഒരു സ്കേസിറ്റി ഉള്ളത്, അതായത് ഡെഫിഷ്യൻസി ഉള്ളത്, അവിടെ ഇംപ്ലാന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ മുടി എടുത്ത് ഫ്രണ്ടിലേക്ക് പിടിപ്പിക്കും. അപ്പോൾ ഒരാൾ 2000 ഗ്രാഫ്റ്റ് 2000 ഗ്രാഫ്റ്റ്സ് പറയുമ്പോഴത്തേക്ക് 2000 പ്രാവശ്യം ആ മുടിയെടുക്കും. 2000 മുടികൾ 2000 കുത്തുകൾ വെച്ചിട്ട് 2000 മുടി അവിടെ കയറ്റും. സോ ഇറ്റ്സ് എ ടോട്ടൽ ഓഫ് 4000 പ്രൊസീജിയേഴ്സ് ഇഫ് യു ലുക്ക് അറ്റ് മൈനർ പ്രൊസീജിയേഴ്സ്. അതായത് എടുത്ത് വെച്ച് അങ്ങനെ അല്ലേ? ഭയങ്കര ലോങ് പ്രൊസീജിയർ ആണ്. പക്ഷേ ഇതിപ്പോ ഒരു സാധാരണ ഒരു ഇപ്പൊ ഇവിടെ മാത്രം പോയ ഒരാളുടെ കാര്യമാണോ ഡോക്ടർ പറയണേ? അതെ, ഐ മീൻ സി ചിലവർ ഇപ്പോൾ ബോൾഡിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോൾഡിംഗ് ഉണ്ട്. ചിലവർക്ക് ഇവിടെ മാത്രം കയറും, ചിലവർക്ക് ഫുള്ളായിട്ട് കയറും, ചിലർക്ക് പിന്നെ എല്ലാം പോവും. സോ ഡിപ്പെൻഡിങ് ഓൺ എത്രത്തോളം ആ ഗ്രേഡ് ഉണ്ടോ ബോൾഡിങ്ങിൽ അത്രത്തോളം ഗ്രാഫ്റ്റ്സ് നമുക്ക് എടുക്കേണ്ടി വരും. ഓക്കെ. ഇത് ഫെയിൽ ആവാനും പോസിബിലിറ്റി ഉണ്ടോ? ഫെയിലിയർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ടെക്നീക്കിൻ്റെ ഒരു വലിയൊരു ഫാക്ടറാണ്. ഓക്കെ. നമ്മൾ മര്യാദയ്ക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ആവറേജിൽ വാട്ട് ദേ സേ ഈസ് 80 to 85% ഓഫ് ദ ഗ്രാഫ്റ്റ്സ് വിൽ സർവൈവ്. ഓക്കെ ഫൈൻ. ഓക്കെ, മിനിമം. യാ. സോ അത് മര്യാദയ്ക്ക് ടെക്നീക്ക് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. രണ്ടാമത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രൊസീജിയർ ചെയ്തതിന് ശേഷം ഓക്കെ എല്ലാം കഴിഞ്ഞു അങ്ങനെയല്ല, നമ്മൾ മുടി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ സ്മോക്കർ ആണെങ്കിൽ സ്മോക്കിംഗ് കുറയ്ക്കണം. ഡയറ്റ് മോശമാണെങ്കിൽ ഡയറ്റ് ശരിയാക്കണം. സ്ട്രെസ് ആങ്സൈറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യണം. കാരണം ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് നമ്മുടെ ഹെൽത്തിനാണ് എഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് മുടിയിൽ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സപ്ലൈ നോക്കുവാണെങ്കിൽ സ്കാൽപ്പിലേക്കായിരിക്കും ലാസ്റ്റ് ബ്ലഡ് സപ്ലൈ പോകുന്നത്. സോ ബിക്കോസ് ദാറ്റ് എവിടെയെങ്കിലും ഒരു ഡെഫിഷ്യൻസി, അതായത് ന്യൂട്രീഷനിലൊരു ഡെഫിഷ്യൻസിയോ നമുക്ക് സ്ട്രെസ് കൂടുവാണെങ്കിലോ എവിടെയെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ ആദ്യം മുടിയിലാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. പേഷ്യൻ്റ് തന്നെ നല്ല കാൻഡിഡേറ്റ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ക്രോണിക് സ്മോക്കർ നന്നായി വലിക്കുന്ന ആളാണെങ്കിൽ ഐഡിയലി അവർക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത്. ബിക്കോസ് അവരുടെ റിസൾട്ട് അത്ര കിട്ടാൻ പോകുന്നില്ല. അപ്പോഴും ചെയ്യുവാണെങ്കിൽ ലൈക്ക് ഐ സെഡ് പൈസ ഉണ്ടാക്കണമെങ്കിൽ പൈസ ഉണ്ടാക്കാം, എല്ലാ പേഷ്യൻറ്റും പിടിച്ച് ചെയ്യാം. പക്ഷേ ഐഡിയലി അത് ചെയ്യരുത്. അത് പേഷ്യൻറ്റ് മനസ്സിലാക്കണം.